ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാഡം ഇപ്പൊ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. അതിനകത്ത് ഈ അതിജീവിതയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു അയ്യോ അല്ലല്ല അതിജീവിതയോടൊപ്പമാണ് ഞാൻ അതിജീവിതയെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് ഞാനൊരു പോലീസ് ഓഫീസറാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു സ്ത്രീയാണ്. അങ്ങനെ ഉദ്ദേശിച്ചല്ല, നിങ്ങൾ അതിനകത്ത് ദ്വയാർത്ഥം ഒന്നും കാണണ്ട. ഞാൻ അതിജീവിതയുടെ ഒപ്പമാണ്. ഇതിനകത്ത് നീതി വേണം. അന്നേരം തൊട്ടേ ഞാൻ പറയുന്നതാണ് പോലീസ് കേസെടുക്കണം, അറസ്റ്റ് ഉണ്ടാവണം, ഷീ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് എന്ന് ഞാൻ അന്നേരമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ ആ കുട്ടിയുടെ കൂടെ തന്നെയാണ്. അതിൽ യാതൊരു സംശയമാണോ മേഡം അങ്ങനെ പരാതി കൊടുക്കാൻ വൈകിയത്? ഇത് സ്വർണ്ണക്കൊള്ള മടക്കാനാണോ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആ ഫേസ്ബുക്കിനകത്ത് രേഖപ്പെടുത്തി? ഞാൻ പരാതിയല്ല കൊടുത്തത്, വീക്ഷണമാണ്. അതായത് ഈ അതിജീവിത നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തില് സുവോമോട്ടോ ആയിട്ട് പോലീസിന് കേസെടുക്കാം, ഇത്രയും നാൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഒരു പെൺകുട്ടി പുറത്തു വന്ന് പറയുമ്പോൾ അത് പോലീസ് അന്നേരമേ, ഞാൻ അന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് എടുക്കുന്നില്ല, ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ അന്നേരമേ പോസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്. ഈ കുട്ടി പരാതി നമ്മൾ പുറത്തു വന്നിട്ട് ഇപ്പൊ ഇത്രയും നാളായില്ലേ, ഒരു പരാതി കേട്ട് കഴിഞ്ഞാൽ ഭാരതീയ നിയമസംഹിത അനുസരിച്ച് പോലീസിന് സുവോമോട്ടോ ആയിട്ട് കേസെടുക്കാം. കേസെടുത്ത് അന്നേരമേ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാം. അത് ചെയ്യാതെ ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റിനകത്ത് അത്തരത്തിലൊരു പിന്തുണ പോലും ആ കുട്ടിക്ക് രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അതിനകത്തില്ല. അത് ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം രേഖപ്പെടുത്തി. ഈ ഒരു പരാതി നൽകിയ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടി ഒരു തുറന്ന് ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആയതുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ ആ പോസ്റ്റ് കറക്റ്റ് ചെയ്ത ഉടൻ തന്നെ ചെയ്യും. ആ പെൺകുട്ടിയുടെ ഒപ്പമാണ് ഞാൻ, അതിജീവിതയുടെ ഒപ്പമാണ് ഞാൻ. എപ്പോഴും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. സഹിക്കാൻ പറ്റാത്തത്ര ദുരിതത്തിലൂടെയാണ് കുഞ്ഞ് കടന്നുപോയതെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. ഒരു അമ്മ എന്നുള്ള നിലയിൽ, ഒരു വനിത എന്നുള്ള നിലയിൽ, ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഇത് വൈകി പോയതിന്റെ പ്രതിഷേധം ഇതുകൊണ്ടായിരിക്കുമോ എന്ന് ഞാൻ ഇത് മനഃപൂർവ്വം ആ കുട്ടിയെ കൊണ്ട് വൈകി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം ഒരു ദുർവ്യാഖ്യാനത്തിന് മാഡം പറയുന്നത് പോലെയാണെങ്കിൽ ഒരു ദുർവ്യാഖ്യാനത്തിന് ഇടയാക്കിയത് അതിനകത്ത് സ്വർണ്ണക്കൊള്ള മറക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പരാതി വൈകിയത്? ആ തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ടാവേണ്ടെന്ന കാര്യം ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നു മോനെ, ഈ ഒരു വാർത്ത ഞാൻ ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടപ്പോ എനിക്ക് ഈ ഒരു ആശയം, ഒരു നഗരസഭയുടെ വികസനം എന്നുള്ളൊരു ആശയം മാത്രമേ ഒരു ഇലക്ഷന് കോൺടെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ആശയം മാത്രമാണ് അന്ന് ഉയർന്നു വന്നത്. ഈ ഒരു കാര്യത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്ക് വേണ്ടി നിത്യവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു, ഈ ചെയ്തയാളെ അറസ്റ്റ് ചെയ്യണം, ജയിലിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യം എന്താണെന്ന് ഓർത്തിട്ട് ചെയ്യാത്തതാണ്, അത്രേ ഉള്ളൂ. ഈ പറയുന്ന നേരത്തെയും ഈ ഇത്തരത്തിൽ നടിയാക്രമിക്കപ്പെട്ട കേസിലും ആ സമയത്ത് ഈ കുറ്റാരോപിതനായിട്ട് ഇപ്പൊ വിധി വരാനിരിക്കുകയാണ്. ആ സമയത്തും ഇല്ല, ഞാൻ തീർച്ചയായിട്ടും നടിയുടെ ഒപ്പമാണ്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ കേസ് ശിക്ഷിക്കണം എന്നാണ്. ഈ കേസിനകത്ത് ഈ നമ്മുടെ നടി അതിജീവിതയെ പീഡിപ്പിച്ച് എല്ലാ പ്രതികളെയും ത്വരിതഗതിയിൽ ശിക്ഷിക്കണം. 8 വർഷം കാത്തു നിൽക്കാൻ പാടില്ല. അവർ ചെയ്തിരിക്കുന്നത് വളരെ മോശം കുറ്റകൃത്യമാണ്. അതിജീവിതയ്ക്കൊപ്പമാണ് ഞാൻ. അവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എന്റെ വീഡിയോയിൽ. ഇത് കാണുമ്പോഴേ മാഡത്തിന്റെ പ്രതികരണത്തിൽ ഒരു മലക്കം മറിച്ചിലാണോ എന്നുള്ളത്? അല്ല, ഒരു മലക്കം മറിച്ചിലും അല്ല. നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് മലക്കം മറിച്ചില്. അന്നും ഞാൻ പറഞ്ഞിരുന്നത് അതിജീവിതയുടെ കേസിനകത്ത് ഡിലേ വരാം. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പോലും ഈ പെൺകുട്ടിയോടൊപ്പമാണ് ഞാൻ, എന്തുകൊണ്ടാണ് പരാതി വൈകിയതെന്ന ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഒരു വ്യാഖ്യാനത്തിന് പോലും ഇടം നൽകുന്നത്. പക്ഷെ അങ്ങനെ ഒരു പിന്തുണ പോലും ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇതൊരു തിരക്കിനിടയില്, ഞാൻ ഈ പ്രചാരണത്തിനിടയില് പെട്ടെന്ന് എഴുതിയിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് ഞാൻ ഇങ്ങനെ ഒരു പറയാത്തത് നിങ്ങളത് വ്യാഖ്യാനം ചെയ്ത് ഇങ്ങനെ ആക്കുന്നതാണ്. അത് ഞാൻ മാറ്റി എഴുതും. ഇപ്പൊ തന്നെ അതിന് ക്ലാരിറ്റി വരുത്തും. ഇപ്പൊ തന്നെ ഈ ഒരു നിമിഷം തന്നെ. ഇപ്പോഴാണ് ഞാൻ അത് അറിയുന്നത്, ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ഈ പത്രക്കാർ അതിന് കൊണ്ടുവരും എന്നുള്ളത്. പത്രക്കാർ കൊണ്ടുവന്നതല്ലോ മാഡം. അങ്ങനെ പത്രക്കാർ കൊണ്ടുവന്നാണെങ്കിൽ മാഡത്തിന് അത് ഇപ്പൊ തിരുത്തേണ്ട കാര്യമില്ലായിരുന്നു. തിരുത്തും. കാരണം ഇങ്ങനെ ഒരു എവിടെ ദുർവ്യാഖ്യാനങ്ങൾ വന്നാലും അത് തിരുത്താനെന്ന് പറയുന്നത് നമ്മുടെ മാഡം പറയുന്ന പ്രകാരമാണെങ്കിൽ പത്രക്കാരുടെ പ്രശ്നമാണ്, മാഡത്തിന്റെ പ്രശ്നമല്ല. അപ്പൊ മാഡം പിന്നെ അത് തിരുത്തേണ്ട കാര്യം ഇല്ല. എന്റെ മനസ്സിൽ കൂടെ പോയിട്ടേ ഇല്ലാത്ത ഒരു സംഗതി നിങ്ങൾ ഇതിങ്ങനെ വ്യാഖ്യാനിച്ചെടുത്തതിൽ എനിക്കൊരു വിഷമമുണ്ട്. അത് നിങ്ങളെപ്പോലെയുള്ളവർ വ്യാഖ്യാനത്തിന് ഇടയാക്കിയത് മാഡത്തിന്റെ ആ പറയുന്ന ജാഗ്രത ഇല്ലാത്ത രീതിയിലുള്ള ഒരു കുറിപ്പാണല്ലോ. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ജാഗ്രതയും വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വ്യാഖ്യാനിക്കും, പത്രക്കാർ അതിനെക്കുറിച്ച് എന്ത് പറയും എന്നൊക്കെ ആലോചിച്ച് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു വനിതാ മുൻ DGP, IPS ഉദ്യോഗസ്ഥ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, ഒരമ്മ എന്ന നിലയിലെല്ലാം തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എത്ര പേഴ്സണൽ ആണെന്ന് പറഞ്ഞാലും അത് സമൂഹം ചർച്ച ചെയ്യുന്നുള്ള കാര്യം മാഡത്തിനും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല മോനെ. ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയെന്ന് തോന്നുവാണെങ്കിൽ അതിന് ഞാൻ പരിഹാരം ഇപ്പൊ തന്നെ ഉണ്ടാക്കിയിരിക്കും. ഉറപ്പ്. ഞാൻ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളോടൊപ്പം, അതിജീവിതയ്ക്കൊപ്പം, കുറ്റം ചെയ്യുന്നവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. 100% ഉറപ്പ്. ഇത് നിശ്ചയം.